നമസ്കാരം, ഞാൻ ഡോക്ടർ ജയകുമാർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സിദ്ധയില് നമ്മുടെ ചികിത്സയേക്കാൾ ഉപരി അസുഖം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ തേരയർ എന്ന സിദ്ധർ പിണിയെണ്ണുക വിധി എന്ന ഭാഗത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ദിവസവും പാല് കുടിക്കുക, അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ചര്യകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ചര്യകൾ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തിലെ നമ്മളെ ശരീര ചൂട് കുറയ്ക്കും തോറും നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസി കുറയും. ഇതാണ് ശാസ്ത്രവശം. അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടി വരും. വൈറ്റമിൻ ഡി കുറവായിട്ട് പല ആളുകൾക്കും ഇന്ന് കാണുന്നുണ്ട്. അതിന് നമ്മൾ ഊഷ്മാവാണ് ഒരു കാരണം. അപ്പൊ അതിന് നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്നതോടൊപ്പം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. അത് നമ്മളൊരു 42 ദിവസം നമ്മൾ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു വ്യത്യാസം അറിയാൻ കഴിയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, നമ്മളെ സിദ്ധ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാല് പ്രായം ചെന്നവർക്കുള്ള മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, അതായത് ആബാലവൃദ്ധ ജനങ്ങൾക്കുള്ള ഒരു വൈദ്യശാസ്ത്രമാണ്. കുഞ്ഞുങ്ങൾക്കുള്ള ചികിത്സകൾ നമ്മൾ ബാലവാകടം എന്ന പുസ്തകത്തില് നമ്മൾക്ക് ധാരാളം ഔഷധങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഉരമരുന്ന് ഗുളിക നമ്മൾ കുഞ്ഞിലേ കൊടുക്കുന്നതാണ്. അത് ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമുക്ക് ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാലസഞ്ജീവി ഗുളിക കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന നമുക്ക് ചുമ, ജലദോഷം, പനി എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നെല്ലിക്കലേഹ്യം, അതുപോലെ തന്നെ ചുമയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആടത്തോടെ മണപ്പാക്, ആടലോടകം ചേരുന്നതാണ്. നമ്മുടെ തമിഴ് ഭാഷയിൽ രചിച്ചിട്ടുള്ളതുകൊണ്ട് ആണ് ആടതോടെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആടലോടകം, നമ്മൾ സാധാരണ കാണുന്ന ആടലോടകം. ഇപ്പൊ ഓരോരോ ഭാഷയ്ക്കനുസരിച്ച്, ഇപ്പം ആയുർവേദത്തിൽ പോകുമ്പോൾ അത് ഭാഷ എന്നുള്ള രീതിയിലാവും. ആ ഭാഷയ്ക്കനുസരിച്ച് സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ പേര് വരുന്നു. ഇപ്പൊ നമ്മൾ ഹോമിയോയിൽ പറയുന്നത് ജസ്റ്റീഷ്യ എന്ന് പറയും. അപ്പം എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഒന്ന് തന്നെയാണ്, പക്ഷെ ആ ഇതിനനുസരിച്ച്, ആ ഭാഷയ്ക്കനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. അതുപോലെ എല്ലാ ഇത്തരം രോഗങ്ങൾക്കും നമ്മുടെ സിദ്ധയില് ചികിത്സകൾ ലഭ്യമാണ്. നന്ദി.